അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സാമ്പത്തികമായ സഹായത്തിൻ്റെ പല രീതികൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞാൽ സദഖ, സകാത്ത്, വസിയ്യത്ത്, വഖഫ്. ഇതെല്ലാം ഒരു വ്യക്തി സ്വന്തം സമ്പത്ത് മറ്റുള്ളവർക്ക് നൽകി സഹായിക്കുന്ന സാമ്പത്തിക സഹായത്തിൻ്റെ വിവിധ രീതികളാണ്. സദഖ, ഒരു മനുഷ്യൻ അയാളുടെ സമ്പത്തിൽ നിന്നും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആർക്കും, അതിനകത്ത് മതപരമായ സാമുദായികമായ പ്രശ്നങ്ങളൊന്നുമില്ല, ആർക്കും അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതെടുത്ത് ആ വ്യക്തിക്ക് കൊടുക്കുക, അദ്ദേഹത്തെ സഹായിക്കുക. സദഖ, നിരുപാധികം ആ തുക അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ താല്പര്യം പോലെ അത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ സക്കാത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ കർശനമാണ് അതിൻ്റെ നിയമങ്ങൾ. അത് സാമ്പത്തികമായി ഉള്ളവർക്ക് നിർബന്ധ ബാധ്യതയാണ്, അവരത് കൊടുത്തേ പറ്റൂ. ഇത്ര ഓഹരിയാണ് അതിൽ നിന്നും നൽകേണ്ടത്, അതിനും കൃത്യമായ നിയമങ്ങളുണ്ട്. കണക്കെടുക്കുക, അതിൻ്റെ കൃത്യമായ ഒരളവെടുത്ത് അതിന് വാങ്ങാൻ അർഹരായ വ്യക്തികൾക്ക് തന്നെ കൊടുത്ത് അതിൻ്റെ ബാധ്യത നിർവഹിക്കുക. വളരെ കൃത്യമായി കാര്യക്ഷമമായി ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ നടപ്പിലാക്കിയതും മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ കാലഘട്ടത്തിലൊക്കെ സമൂഹത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നിടത്തോളം സമൂഹത്തെ വളർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു സാമ്പത്തിക സഹായമാണ് സക്കാത്ത് എന്ന് ചരിത്രം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു നിർബന്ധ ബാധ്യതയാണ് സക്കാത്ത്. പക്ഷേ അത് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല, അത് കൊടുക്കേണ്ടുന്ന കൃത്യമായ വ്യക്തികളുണ്ട്, ആ വ്യക്തികൾക്ക് തന്നെ കൊടുക്കണം, കൃത്യമായി പറയപ്പെട്ട അളവിൽ കൊടുക്കണം. വസിയ്യത്ത് മറ്റൊരു വ്യത്യസ്തമായ സാമ്പത്തിക സഹായമാണ്. ഓരോരുത്തരും സമ്പത്തുണ്ടാക്കുന്നത് അവനവൻ്റെ ആവശ്യത്തിനാണ് ഒന്നാമതായി. അതുകൊണ്ട് തന്നെ ജീവിത കാലഘട്ടത്തിൽ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ഒരു സംരംഭത്തിന് കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ കാര്യം എങ്ങനെ നടന്നു പോകുമെന്ന് ആശങ്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മരണത്തോടുകൂടി തൻ്റെ സ്വത്ത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വസിയ്യത്തായി എഴുതി വയ്ക്കുന്നു. അങ്ങനെ നൽകുന്ന ഒരു സാമ്പത്തിക സഹായമാണത്. അപ്പോൾ ഈ വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ വ്യക്തി അത് ഉപയോഗിക്കും. മരണശേഷം തൻ്റെ സ്വത്ത് ആർക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ആ വിഭാഗത്തിൻ്റെ പേര് നിർദ്ദേശിക്കുന്നു, ആ വ്യക്തികൾക്ക് നൽകുന്നു. കുറച്ച് വിശദമായ നിയമങ്ങൾ അതിനുണ്ട്, അത് കൊടുക്കുന്നതിൻ്റെ അളവും ഒക്കെ കൃത്യമായ നിയമങ്ങളുണ്ട്. അനന്തരാവകാശികളെ പൂർണ്ണമായും തടഞ്ഞ് അവർക്ക് ഉപദ്രവം വരുന്ന രീതിയിൽ വസിയത്ത് ചെയ്യാൻ പാടില്ല എന്നതൊക്കെ മനുഷ്യത്വപരമായ കുറേ നിയമങ്ങൾ അതിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു സാമ്പത്തിക സഹായമാർഗമാണ് വഖഫ്. വഖഫ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു കർമ്മമാണ്, വളരെ മഹത്തായ ഒരു ലക്ഷ്യമാണ് അതിൻ്റേത്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അത് നശിച്ചു പോകുന്നതാകാം, നശിച്ചു പോകാതെ നിലനിൽക്കുന്ന ഭൂമി പോലുള്ളതായിരിക്കാം. ഇത് രണ്ടും വഖഫായിട്ട് നൽകാൻ പറ്റും. ഭൂമി വഖഫായിട്ട് നൽകാം, അല്ലെങ്കിൽ വസ്തുക്കൾ വഖഫായിട്ട് നൽകാം. തൻ്റെ ഭൂമി ഒരു മനുഷ്യൻ വഖഫ് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ഉദാഹരണത്തിന് അവിടെ ആ വ്യക്തിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ്? ഈ ഭൂമിയുടെ വരുമാനം കൃത്യമായ ഒരു വിഭാഗത്തിൻ്റെ സാമ്പത്തികമായ ഉപയോഗത്തിന് വേണ്ടി ആയിരിക്കണം. ആ ഭൂമി ആർക്കും ഉടമപ്പെടുത്തി കൊടുക്കുന്നില്ല. നേരത്തെ പറഞ്ഞ 3 സാമ്പത്തിക ഇടപാടിലും ഇദ്ദേഹം നൽകുന്ന ആ വസ്തു മറ്റുള്ളവർക്ക് ഉടമപ്പെടുത്തി കൊടുക്കുകയാണ്. സക്കാത്ത് ഉടമപ്പെടുത്തി കൊടുക്കുകയാണ്, പൈസ പൂർണ്ണമായും അദ്ദേഹത്തിനുള്ള ഉടമസ്ഥയിലേക്ക് കൊടുക്കും. സദഖയും അങ്ങനെ തന്നെയാണ്, വസിയത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ വഖഫിലേക്ക് എത്തുമ്പോൾ ആ ഭൂമിയുടെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കും നൽകുന്നില്ല. ഒന്നുകിൽ അതിൻ്റെ ഉപയോഗം നൽകുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടേണ്ടുന്ന വരുമാനമെടുത്തിട്ട് പ്രത്യേകമായ ഒരു വിഭാഗത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. വഖഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ പൊതുവായൊരു ധാരണ അത് മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്
വഖഫ് എന്ന സാമ്പത്തിക ഇടപാട് നടത്താൻ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല. വഖഫ് മതപരമായ ആവശ്യത്തിനും ആകാം, മതപരമല്ലാത്ത ആവശ്യങ്ങൾക്കുമാകാം. ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത കാര്യങ്ങളിലാകണമെന്നുള്ളതാണ് അതിൻ്റെ നിയമം. സാധുക്കൾക്ക് വേണ്ടി വഖഫ് ചെയ്യാം. ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ വഖഫ് ചെയ്യുന്നത് അയാളുടെ ഭൂമി, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ നാട്ടിലെ ദരിദ്രരായ വ്യക്തികൾക്കായിരിക്കും എന്ന് ഉദ്ദേശത്തിൽ വഖഫ് ചെയ്താൽ അവിടെ മതപരമായ വേർതിരിവുകളില്ല. ആരാണോ സാധുക്കളായ വ്യക്തികൾ അവർക്കുള്ളതാണ് അതിൻ്റെ വരുമാനം. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ആദ്യകാല വഖഫുകളിലൊന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഖഫാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് നല്ല കുറച്ച് ഭൂമിയുണ്ട്, അത് ആർക്കെങ്കിലും സദഖയായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. സഹാബാക്കളുടെ ഒരു പൊതുവായ രീതിയാണ് നല്ലത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു പ്രകൃതം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് ഇങ്ങനെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കും കൊടുക്കണ്ട, അതിൻ്റെ ഉപയോഗം മാത്രം കൊടുത്താൽ മതി. ഇതിനാണ് വഖഫ് എന്ന് പറയുക. ഉടമസ്ഥാവകാശം ആർക്കും വിട്ടുകൊടുക്കുന്നില്ല, അതിൻ്റെ ഉപയോഗം മാത്രം കൊടുക്കുന്നു. ആ ഉപയോഗം ആർക്കാണ് കൊടുക്കേണ്ടത്? അത് വഖഫ് ചെയ്യുന്ന ആളുടെ തീരുമാനമാണ് അവിടെ പരിഗണിക്കേണ്ടത്. വഖഫ് ചെയ്ത ആൾ സാധുക്കളെയാണോ ലക്ഷ്യമാക്കുന്നത്, അതിൻ്റെ വരുമാനം സാധുക്കൾക്ക് കൊടുക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ഈ ഭൂമി സാധുക്കൾക്ക് സദഖ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സദഖയായിട്ട് കൊടുക്കണ്ട, ഉപയോഗം മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കൂ, അതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കും വിട്ടുകൊടുക്കണ്ട, അഥവാ വഖഫായിട്ട് നിലനിർത്തുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ ഭൂമി വഖഫായിട്ട് നൽകി. ആർക്കാണ്? സാധുക്കൾക്ക്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതകാലം മുഴുവൻ ആ ഭൂമിയിൽ കൃഷി ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സാധുക്കളായ അദ്ദേഹം ആ സമയത്ത് ആരൊക്കെയാണോ മനസ്സിൽ നിയ്യത്താക്കിയിട്ടുണ്ടായിരുന്നത് അവർക്ക് അതിൻ്റെ വരുമാനം നൽകുകയും ചെയ്തു. അപ്പോൾ ആ ഭൂമിയിൽ പണിയെടുക്കുന്നത് ആരാണ്? അത് കൃത്യമായ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ ആ വഖഫ് ചെയ്ത വ്യക്തി തന്നെയായിരിക്കും അതിൽ പണിയെടുക്കുന്നതും അതിൻ്റെ വരുമാനം ഉണ്ടാക്കുന്നതുമെല്ലാം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അദ്ദേഹം ലക്ഷ്യമാക്കിയ വ്യക്തിക്ക് കൊടുക്കുക. ഇസ്ലാമികമായ ഒരു മഹത്തായ പുണ്യകർമ്മമാണത്. ഇസ്ലാമികമായ കാഴ്ചപ്പാട് സാമ്പത്തിക സഹായം മഹത്തായ ഒരു സഹായം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമ്പത്തിക സഹായത്തെ ഒരുപാട് രീതിയിൽ കൂടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇത്തഖുന്നാർ വലൗ ബിശിഖ്ഖി തംറത്തിൻ, നിങ്ങൾ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം നിങ്ങൾ ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരുപക്ഷെ ഒരു വിലയും നിങ്ങൾ കൽപ്പിക്കാത്ത വളരെ സാധാരണമായ വസ്തു ആയിരിക്കാം നിങ്ങൾക്കൊരു വലിയ പുണ്യമായി മാറുന്നതും നരകത്തിൽ നിന്നുള്ള മോചനത്തിന് കാരണമായി മാറുന്നതും. അതുകൊണ്ട് ഒരു ചെറിയ സാമ്പത്തിക സഹായത്തെ പോലും നിങ്ങൾ സാധാരണമായി കാണണ്ട, അതെല്ലാം പുണ്യമാണെന്ന് പഠിപ്പിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹാബാക്കളും ഇസ്ലാമിക സമൂഹം സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് പോലെ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സാധിക്കുന്നത് പോലെ ചെയ്തിട്ടുണ്ട്. ആ തരത്തിൽ മരണാനന്തര ജീവിതത്തിൽ തനിക്ക് ഉപകാരപ്പെടുന്ന, എക്കാലഘട്ടത്തിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു കർമ്മം, ഒരു വിശുദ്ധ കർമ്മമാണ്, വിശിഷ്ട കർമ്മമാണ് വഖഫ് എന്ന് പറയുന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹം, ഈ ലോകത്ത് ചെയ്ത നന്മകൾ മുഴുവൻ തൻ്റെ മരണാനന്തര ജീവിതത്തിൽ തനിക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, അവർ ഇത്തരത്തിലുള്ള ഒരു നന്മ, ഒരിക്കലും അവസാനിക്കാത്ത ഒരു നന്മ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഈ ലോകത്ത് ബാക്കിയാക്കിയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മഹത്തായ ഒരു ലക്ഷ്യമാണത്. ഒരു സ്വത്ത് സാധുക്കളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും അതിൻ്റെ പ്രയോജനം ആ സമൂഹം ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഭൂമി വഖഫിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഭൂമി വിൽക്കാൻ പാടില്ല, അത് മറ്റുള്ളവരുടെ അനന്തരാവകാശമായിട്ട് മാറാൻ പാടില്ല, അങ്ങനെ ഒരു തരത്തിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം മറ്റുള്ളവരിലേക്ക് പോകാൻ പാടില്ല. ഈ ഭൂമിയുടെ
അവസാനം വരെ, അഥവാ ലോകത്തിൻ്റെ അവസാനം വരെ, ലോകം എന്നവസാനിക്കുന്നോ അന്ന് വരെ, ഈ ഭൂമി എന്ന് നശിക്കുന്നോ അന്ന് വരെ ആ ഭൂമി, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം ഭൂമി, മറ്റുള്ളവർക്ക് ഉപകാരത്തിന് കൊടുത്ത ഭൂമി, അദ്ദേഹത്തിൻ്റെ പരലോക നന്മയായി, നിലയ്ക്കാത്ത നന്മകളായി ലഭിച്ചുകൊണ്ടേയിരിക്കും. അതാണ് വഖഫിൻ്റെ അടിസ്ഥാനപരമായ തത്വം. അപ്പം മരണാനന്തര ജീവിതത്തിൽ ഉപകാരപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു നന്മ ചെയ്തിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഭൂമി അല്ലെങ്കിൽ അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സ്ഥലം സമൂഹത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാരുടെ ഉപകാരത്തിന് വേണ്ടി ബാക്കിയാക്കിയിട്ട് പോകുന്നു. അതിൻ്റെ പ്രയോജനം, പ്രതിഫലം അയാളുടെ മരണാനന്തര ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് മഹത്തായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ പരിഗണിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. ആ ലക്ഷ്യത്തെ നിങ്ങൾ പരിഗണിക്കണം. ആ വ്യക്തി ഏതൊരു ലക്ഷ്യത്തിലാണോ ആ സമ്പത്തിനെ വഖഫ് ചെയ്തത്, ആ വ്യക്തിയുടെ ലക്ഷ്യത്തിൽ തന്നെ നിങ്ങളതിനെ ഉപയോഗിക്കണം. ഇപ്പം തർക്കത്തിൽ നിൽക്കുന്ന മുനമ്പത്തെ വഖഫ് തന്നെ, ആ ഭൂമി ആ വ്യക്തി വഖഫ് ചെയ്തത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള മനുഷ്യരും പഠിക്കുന്ന സ്ഥാപനമാണ്. അങ്ങനെ വഖഫ് ചെയ്യാവുന്നതാണ്. വഖഫിൻ്റെ രീതിയിൽ ആ വഖഫായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ ആ മനുഷ്യൻ്റെ മഹത്തായ ലക്ഷ്യത്തിൽ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സമൂഹ വളർച്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യമാണ്. ആ വ്യക്തി ലക്ഷ്യമാക്കിയത് സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഈ പ്രധാന കാതലായ ഏരിയയിൽ തന്നെ, മേഖലയിൽ തന്നെ തൻ്റെ സമ്പത്ത് വിനിമയം ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ആ സമ്പത്തിൻ്റെ വരുമാനം വിനിമയം ചെയ്യപ്പെടണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുമ്പോൾ, ആ വ്യക്തിയുടെ ആഗ്രഹത്തിനെതിരായി അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിയോട് ചെയ്യുന്ന മര്യാദകേടായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. അതുകൊണ്ട് കർശനമായി തന്നെ പറയുന്നു, ആ വ്യക്തിയുടെ ലക്ഷ്യത്തിൽ തന്നെ നിങ്ങൾ ആ സമ്പത്ത് ഉപയോഗിക്കണം എന്നുള്ളത്. ഇത് മഹത്തായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഹാബാക്കളിൽ സാമ്പത്തിക സ്ഥിതി ഉള്ളവരെല്ലാവരും തന്നെ തൻ്റെ സ്വത്തിൻ്റെ ഒരു വിഹിതം ഇങ്ങനെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. ആ ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം അവരുടെ മരണാനന്തര ജീവിതത്തിൽ അവർക്ക് പുണ്യമായി അത് ഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ ലക്ഷ്യത്തിൽ ഇതിൻ്റെ പ്രയോജനവും ഇതിൻ്റെ ഗുണവും മനസ്സിലാക്കിയ സമൂഹം തൻ്റെ സ്വത്തിൻ്റെ നല്ലൊരു വിഹിതം ഈ തരത്തിലുള്ള വഖഫുകളാക്കി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു സഹാബി സമൂഹത്തിൻ്റെ പൊതുവായ അവസ്ഥ പറയുന്നുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങി സഅദ് ബിൻ അബി വഖാസ്, ഇങ്ങനെ അനേകം സഹാബാക്കൾ ചെയ്തിട്ടുള്ള വഖഫിൻ്റെ പ്രത്യേകമായ സ്വത്തിനെ സംബന്ധിച്ച് തന്നെ നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ കാണാൻ കഴിയും. അങ്ങനെ മഹത്തായ ഒരു പുണ്യത്തിൽ ഭാഗവാക്കാവുക എന്നതാണ് വഖഫിൻ്റെ ലക്ഷ്യം. അത് ചെയ്ത ആൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ അദ്ദേഹത്തിന് നിങ്ങൾ സഹായികളായി മാറണം. ആ സ്വത്ത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിൽ തന്നെ ഉപയോഗിക്കണം. ഇതാണ് വഖഫ്. ഇതല്ലാതെ മറ്റുള്ളവരുടെ ഭൂമി കയ്യേറുക വഖഫല്ലത്. ഇസ്ലാമികമായ വീക്ഷണപ്രകാരം ഒരാളുടെ ഭൂമി കയ്യേറുക എന്ന് പറയുന്നത് ഏറ്റവും കൊടിയ പാതകങ്ങളിലൊന്നാണ്. ഒരിക്കലും ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത മഹാപാപമായി കണക്കാക്കപ്പെടുന്ന കാര്യമാണ് ഭൂമി കയ്യേറുക എന്ന് പറയുന്നത്. അത് ഭൂമി കയ്യേറി അവിടെ പള്ളി പണിതിട്ടും കാര്യമില്ല, ഏത് പുണ്യം ചെയ്തിട്ടും കാര്യമില്ല. അവിടെ ആ സ്ഥലങ്ങൾ ഒരു നല്ല ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വഖഫ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഉപദ്രവമാകുന്ന ഒരു നിയമമായി മാറുന്നത്? അതെങ്ങനെയാണ് ഒരു കിരാതമായ നിയമമായി മാറുന്നത്? അത് മനുഷ്യത്വപരമാണ്, മനുഷ്യർക്ക് വേണ്ടിയുള്ള നിയമമാണ്, മനുഷ്യനെ ഉദ്ധരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഭരണകാലഘട്ടത്തിൽ അബ്ബാസിയ ഖലീഫമാർ, അതിനു മുമ്പും ശേഷവും ഒക്കെ ഉള്ള ഭരണാധികാരികൾ കോടിക്കണക്കിന് രൂപ വിലമതിക്കാൻ കഴിയുന്ന സ്വത്ത് അതാത് കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വഖഫായി നൽകിയത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ സമൂഹത്തിലെ എല്ലാത്തരം ആൾക്കാരുടെയും സമുദ്ധരിക്കാൻ വേണ്ടി നൽകുന്ന ഒരു സാമ്പത്തിക സഹായം, അതിൻ്റെ പുണ്യം അത് ചെയ്ത ആൾക്കാർക്ക് നിലയ്ക്കാത്ത പുണ്യമായി ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന സാമ്പത്തിക സഹായം. പിന്നെ
വഖഫിൻ്റെ കാര്യത്തിൽ വഖഫ് ചെയ്യുന്ന വ്യക്തിയുടെ ഉദ്ദേശമാണെന്ന് പറഞ്ഞു. അത് സാധുക്കൾക്ക് വേണ്ടി വഖഫ് ചെയ്യാം, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യാം, ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യാം, ഇങ്ങനെ വിവിധമായ സമൂഹ നന്മയ്ക്ക് വേണ്ടി വഖഫ് ചെയ്യാം. അതുപോലെ തന്നെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യലും അനുവദനീയമാണ്. അതുകൊണ്ട് മസ്ജിദുകൾക്ക് വേണ്ടി ധാരാളം വഖഫുകളുണ്ട്, മദ്രസകൾക്ക് വേണ്ടി ധാരാളം വഖഫുകളുണ്ട്. അത് ആ തരത്തിൽ എല്ലാ തരത്തിലും വഖഫ് ചെയ്യൽ അനുവദനീയമായതുപോലെ മതപരമായ ലക്ഷ്യത്തിലും വഖഫ് ചെയ്യൽ അനുവദനീയമാണ്. എന്നാൽ അതെല്ലാ മേഖലകളിലേക്കും കടന്നു പോകാൻ അനുവദിക്കപ്പെട്ട മഹത്തായ ഒരു സാമ്പത്തിക സഹായമാർഗമാണ്. അതൊരു വലിയ ചിന്തയിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു പുണ്യവും കൂടെയാണ്. ആ നിലയിൽ വഖഫിനെ മനസ്സിലാക്കണം. ഇതാരുടെയും സമ്പത്തിന് നേരെയുള്ള കയ്യേറ്റമേ അല്ല.